സ്റ്റീവ് ഇർവിൻ ഓസ്ട്രേലിയയിലെ ഒരു പ്രകൃതി സംരക്ഷകനായിരുന്നു. ഡിസ്കവറി നെറ്റ്വർക്ക്സ് വഴി സംപ്രേഷണം ചെയ്ത ക്രോക്കോഡിൽ ഹണ്ടർ എന്ന പരിപാടിയിലൂടെ ഏറെ പ്രശസ്തനായ മുതലവേട്ടക്കാരനായിരുന്നു അദ്ദേഹം. ലൈൻ ബോബ് ദമ്പതിമാരുടെ മകനായി ഓസ്ട്രേലിയയിലെ മെൽബണിലെ ഒരു പ്രാന്തപ്രദേശത്താണ് സ്റ്റീവ് ജനിച്ചത്. അങ്ങനെ 1970-ൽ തൻ്റെ അച്ഛനമ്മമാരോടൊപ്പം സ്റ്റീവ് ക്യൂൻസ്ലാൻഡിലേക്ക് താമസം മാറ്റി. തൻ്റെ അച്ഛൻ പാമ്പുകളെക്കുറിച്ച് പഠിച്ചിരുന്ന ശാസ്ത്രജ്ഞനായിരുന്നെന്നും അമ്മ വന്യജീവി പുനരധിവാസ പ്രവർത്തകയായിരുന്നുവെന്നും സ്റ്റീവ് അഭിപ്രായപ്പെട്ടു. ക്യൂൻസ്ലാൻഡിലേക്ക് മാറിയ ശേഷം അച്ഛനമ്മമാർ താമസിച്ച ക്യൂൻസ്ലാൻഡ് ഉരഗ വന്യമൃഗ സങ്കേതത്തിൽ മുതലകളോടൊപ്പം കളിച്ചു വളർന്നാണ് സ്റ്റീവ് തൻ്റെ ബാല്യകാലം പിന്നിട്ടത്. അവിടെ മൃഗങ്ങളെ ഊട്ടാനും പരിപാലിക്കാനും മുൻകൈയെടുത്തത് സ്റ്റീവ് തന്നെയായിരുന്നു. സ്റ്റീവിന് 6-ാം വയസ്സിൽ സമ്മാനമായി കിട്ടിയത് 12 അടി നീളമുള്ള ഒരു പെരുമ്പാമ്പിനെയായിരുന്നു. തൻ്റെ 9-ാം വയസ്സ് മുതലേ മുതലകൾ അദ്ദേഹത്തിൻ്റെ കളിക്കൂട്ടുകാരായിരുന്നു. 1979-ൽ കലൗണ്ട്ര സംസ്ഥാന ഹൈസ്കൂളിൽ നിന്നും സ്റ്റീവ് ബിരുദം നേടി. പിന്നീട് വടക്കേ ക്യൂൻസ്ലാൻഡിലേക്ക് പോകുകയും മുതലപിടുത്തക്കാരനായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ആൾതാമസമുള്ള മേഖലകളിൽ നിന്നും അപകടകാരികളായ മുതലകളെ പിടിച്ച് സങ്കേതത്തിൽ എത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം. ഈ സേവനം പ്രതിഫലമില്ലാതെയാണ് സ്റ്റീവ് ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ പാത പിന്തുടർന്ന് തീരദേശ മേഖലയിലെ മുതലകളെ സംരക്ഷിക്കുന്ന സംഘത്തിൽ സ്റ്റീവനും സന്നദ്ധ പ്രവർത്തകനായി. 1991-ൽ ഈ മൃഗശാല സ്റ്റീവിനായി ലഭിച്ചത് മുതലാണ് ശരിക്കും സ്റ്റീവ് പ്രശസ്തിയിലേക്ക് ഉയർന്നു തുടങ്ങിയത്. ഈ മൃഗശാലയിൽ എത്തുന്നവരെ വീണ്ടും ആകർഷിക്കുന്ന വ്യക്തിത്വവും അപകടകരങ്ങളായ പ്രദർശനങ്ങളും സ്റ്റീവിനെ പൊതുജനങ്ങൾക്ക് പരിചിതനാക്കി. ഡിസ്കവറി നെറ്റ്വർക്ക്സിൽ, പ്രത്യേകിച്ച് ആനിമൽ പ്ലാനറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്തു വന്ന ദ ക്രോക്കോഡിൽ ഹണ്ടർ എന്ന പരമ്പരയാണ് സ്റ്റീവിനെ കൂടുതൽ പ്രശസ്തനാക്കിയത്. 1992-ൽ മൃഗശാലയിലെ പ്രകടനത്തിനിടയിൽ വെച്ച് പരിചയപ്പെട്ട ടെറി റെയിൻസ് എന്ന യുവതിയെ ഇർവിൻ വിവാഹം കഴിച്ചു. ടെറിയുമായൊത്തുള്ള മുതലപിടുത്തം അതുവിതുമാണ് പരമ്പരയുടെ ഏറ്റവും ആദ്യത്തെ ഭാഗം. ടെലിവിഷൻ പരമ്പരകൾക്ക് പുറമെ 1-2 സിനിമകളിലും സ്റ്റീവ് ഇർവിൻ അഭിനയിച്ചിട്ടുണ്ട്. തുറന്ന പെരുമാറ്റവും ഊർജ്ജസ്വലമായ അവതരണവും ജീവികളെയും അവയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള അവബോധവും സ്റ്റീവിനെ പൊതുജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനാക്കി മാറ്റി. സ്റ്റീവ് ഇർവിൻ്റെ സാന്നിധ്യം ഓസ്ട്രേലിയയിലേക്കുള്ള വിനോദസഞ്ചാരത്തിൻ്റെ കുതിച്ചുകയറ്റത്തിന് തന്നെ കാരണമായെന്നാണ് പൊതുവെയുള്ള കണക്കുകൂട്ടൽ. 1992-ലാണ് സ്റ്റീവ് ടെറി റെയിൻസ് എന്ന യുവതിയെ വിവാഹം കഴിക്കുന്നത്. അമേരിക്കയിലെ ഒറിഗോണിൽ വെച്ചായിരുന്നു ഈ വിവാഹം നടന്നത്. സ്റ്റീവിനെ പോലെ മറ്റാരും ഇല്ലെന്നതും അദ്ദേഹം ടാർസൻ എന്ന കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്നത് കൊണ്ടും അദ്ദേഹത്തിന് നായക പരിവേഷം ഉള്ളതുകൊണ്ടുമാണ് താൻ ഇദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ താല്പര്യം കാണിച്ചത് എന്ന് ടെറി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ബിന്ദി, റോബർട്ട് ക്ലാൻസ് എന്നീ 2 കുട്ടികളാണ് ഈ ദമ്പതികൾക്കുള്ളത്. സ്റ്റീവിൻ്റെ ഇഷ്ടമൃഗമായിരുന്ന ബിന്ദി എന്ന മുതലയുടെ ഓർമ്മയ്ക്കായാണ് മകളെ ബിന്ദി എന്ന് സ്റ്റീവ് നാമകരണം ചെയ്തത്. മുതലവേട്ടയിൽ എന്ന പോലെ കുടുംബത്തോടും സ്റ്റീവ് അത്യധികം സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു. തന്നെ ഭൂമിയിലേക്ക് അയച്ചത് ബിന്ദിക്ക് ജന്മം നൽകാൻ വേണ്ടിയാണെന്ന് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി. വീട്ടിൽ നിന്നും സ്റ്റീവിനെ മാറ്റി നിർത്താൻ കഴിയുന്ന ഒരേ ഒരു കാരണം മൃഗങ്ങൾ മാത്രമാണെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്. സ്റ്റീവ് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ചവനായിരുന്നു. കൂടാതെ പരിസ്ഥിതിവാദവും ജീവികളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ വിജയിച്ചവനുമായിരുന്നു സ്റ്റീവ്. ലോക വന്യജീവി പോരാളികൾ അഥവാ വൈൽഡ് ലൈഫ് വാരിയേഴ്സ് വേൾഡ് വൈഡ് എന്ന സ്വതന്ത്ര പാരിസ്ഥിതിക പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ അദ്ദേഹം ക്യൂൻലാൻഡ് തീരത്തു നിന്നും ഒരു പുതിയ വംശം ആമയെയും കണ്ടെത്തിയിരുന്നു. ഇർവിൻ്റെ ആമ എന്നാണ് ഈ ആമഗോത്രം അറിയപ്പെടുന്നത് തന്നെ. വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള മൃഗങ്ങളെപ്പറ്റിയും വനനശീകരണത്തെപ്പറ്റിയുമുള്ള തൻ്റെ ആകുലതകൾ ജനങ്ങളെ അറിയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാന ദൗത്യങ്ങളിൽ ഒന്നായിരുന്നു. ഓസ്ട്രേലിയയിലും അമേരിക്കൻ ഐക്യനാടുകളിലും ഫിജിയിലും അദ്ദേഹം ധാരാളം സ്ഥലങ്ങൾ വാങ്ങിയിരുന്നു. 2000-ൽ കാർ അപകടത്തിൽ മരിച്ച സ്വന്തം അമ്മയുടെ പേരിൽ സ്റ്റീവ് ലൈൻ ഇർവിൻ മെമ്മോറിയൽ ഫണ്ട് എന്ന സ്ഥാപനം സ്ഥാപിച്ചു. ഈ ഫണ്ടിൽ നിന്നുമുള്ള പണം അയൺ ബാർ സ്റ്റേഷൻ വന്യജീവി പുനരധിവാസ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പിനായാണ് ഉപയോഗിച്ചിരുന്നത്. അന്താരാഷ്ട്ര മുതല സംരക്ഷണ കേന്ദ്രം സ്ഥാപിച്ചതും സ്റ്റീവാണ്. അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ ബാലിശമാണെന്നും പ്രസക്തമല്ലെന്നുമുള്ള ആരോപണങ്ങൾ പിന്നീടുണ്ടായി. വിനോദസഞ്ചാര മേഖലയുമായി വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾ കൂട്ടിക്കലർത്തുന്നു എന്ന ആരോപണവും അദ്ദേഹത്തിനെതിരെ ഉണ്ടായി.
2006 സെപ്റ്റംബർ 4 ഓസ്ട്രേലിയൻ പ്രാദേശിക സമയം 11 മണിക്ക് ഒരു പരമ്പരയുടെ ചിത്രീകരണത്തിനായി ഗ്രേറ്റ് ബാരിയർ റീഫിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ സ്റ്റിംഗ്റേ എന്ന തിരണ്ടിമീനിൻ്റെ ആക്രമണത്തിലാണ് സ്റ്റീവ് കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനും മാനേജരുമായിരുന്ന ജോൺ സ്റ്റൈനും കുറച്ച് സഹപ്രവർത്തകരും സംഭവസമയം കൂടെയുണ്ടായിരുന്നു. തെരണ്ടിയുടെ വാലിൻ്റെ അറ്റം സ്റ്റീവിൻ്റെ ഹൃദയത്തിൽ കുത്തിയിറങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ മരണകാരണം. ഹൃദയത്തിനേറ്റ മുറിവും ആഘാതവുമാണ് മരണകാരണമെന്ന് വെളിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ സ്റ്റീവിൻ്റെ സഹയാത്രികർ അടിയന്തര ശുശ്രൂഷ ലഭ്യമാക്കിയെങ്കിലും രക്ഷാപ്രവർത്തക ഹെലികോപ്റ്ററിൻ്റെ സഹായത്തോടെ തൊട്ടടുത്ത നഗരമായ കെയിലിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താനായില്ല. അങ്ങനെ കുറച്ച് സമയത്തിനകം തന്നെ വൈദ്യപ്രവർത്തകർ എത്തിച്ചേരുകയും സ്റ്റീവ് മരിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് ഓഷ്യൻ ഡെഡ്ലിസ്റ്റ് എന്ന പരിപാടി 2007 ജനുവരി 21 ഡിസ്കവറി ചാനലിൽ പ്രക്ഷേപണം ചെയ്തു. അപകടമരണത്തിന് തൊട്ടു മുൻപ് എടുത്ത ദൃശ്യങ്ങൾ വരെ ഈ പരിപാടിയിൽ സംപ്രേഷണം ചെയ്തിരുന്നു. സ്റ്റീവിൻ്റെ സ്മരണപുതുക്കൽ നടന്ന ക്രൊക്കോസിയം എന്ന സ്ഥലത്ത് ഔദ്യോഗിക ബഹുമതികളുടെ സ്റ്റീവിനെ അടക്കം ചെയ്യണമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ജോൺ ഹവാർഡും ക്വീൻസ്ലാൻഡ് പ്രവിശ്യയിലെ ഗവർണറായ പീറ്റർ ബിയാറ്റിയും അഭിപ്രായപ്പെട്ടു. പക്ഷേ ഇത്തരമൊരു അന്ത്യോപചാരം സ്റ്റീവ് ആഗ്രഹിക്കുന്നില്ലെന്നും ഇത് സ്റ്റീവിനോടുള്ള ജനങ്ങളുടെ സഹതാപം നേടാൻ മാത്രമേ സഹായകമാകൂ എന്നും അദ്ദേഹത്തിൻ്റെ കുടുംബം വാദിച്ചു. ഒരു സാധാരണ മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടാനായിരുന്നു സ്റ്റീവ് ആഗ്രഹിച്ചത്. അങ്ങനെ ആ വർഷം സെപ്റ്റംബർ 9 നടന്ന സ്വകാര്യ ചടങ്ങിൽ സ്റ്റീവ് സ്വന്തം മൃഗശാലയിൽ തന്നെ അടക്കം ചെയ്യപ്പെട്ടു. എന്നാൽ ഓസ്ട്രേലിയൻ മൃഗശാല സന്ദർശിക്കുന്നവർക്ക് സ്റ്റീവിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ അനുവാദമില്ല.